Sir, the accused is remanded to police custody for 15 days. Sir, വിട്ടു കൊടുക്കരുത് SC 80/96 പ്രതി ജാഫർ. ഈ കേസിനാസ്പദമായ എല്ലാ എവിഡൻസുകളും ഈ കോടതി ശരിയാവണ്ണം പഠിക്കുകയുണ്ടായി. വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും തെളിവുകളും സാക്ഷിമൊഴികളും വെച്ച് നോക്കുമ്പോൾ പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമാവണ്ണം ഈ കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. വിധിന്യായം വായിക്കുന്നതിന് മുൻപായി പ്രതിക്ക് ഈ കോടതിയിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു അപേക്ഷയുണ്ട്. ഞാൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. വർഷങ്ങളായി മെന്റൽ ഹോസ്പിറ്റൽ ചികിത്സയിൽ കഴിഞ്ഞ് മാനസികമായി തകർന്ന് എന്നെ വെറുതെ വിടാൻ കോടതിക്ക് ദയവുണ്ടാവണം.
Your Honor, such an explanation is unwanted, especially in his case. He should not be given a single opportunity, even for an explanation. 4 പെൺകുട്ടികളെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി കൊല ചെയ്തൊരു ക്രോണിക് മാനിയാക്കാണ് ഇയാൾ. അത്രയ്ക്ക് അപകടകാരിയും ക്രൂരനുമായ ഇയാൾക്ക് അനുകൂലമായി കോടതി കണ്ടെത്തുന്ന ഓരോ ന്യായവാദവും മറ്റൊരു മനുഷ്യജീവന്റെ വിലയാണെന്ന് ബഹുമാനപ്പെട്ട കോടതി മറക്കരുത്. ആയതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. Order, order, order. Do not get emotional, Mr. Public Prosecutor. Do not overdo your privileges while I am exercising my privilege of asking for an explanation. I am sorry, Your Honor. Yes, I am going to pronounce the verdict. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകൽ IPC സെക്ഷൻ 363, അതിക്രൂരമായ പീഡിപ്പിക്കൽ സെക്ഷൻ 354, ബലാത്സംഗം സെക്ഷൻ 376, കൊലപാതകം സെക്ഷൻ 302 എന്നീ വകുപ്പുകൾ അനുസരിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയ്ക്ക് പ്രതി അർഹനാണ്. എന്നാൽ മാനസിക രോഗി എന്ന ഒരേ ഒരു പരിഗണന നൽകിക്കൊണ്ട് ഈ കോടതി പ്രതിക്ക് IPC സെക്ഷൻ 363, 354, 376, 302 എന്നീ വകുപ്പുകൾ പ്രകാരം 40 വർഷത്തെ കഠിന തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നു. എനിക്ക് ശിക്ഷ വാങ്ങിച്ചതാ. നിന്നെ ഞാൻ വെറുതെവിടില്ല. കൊല്ലും ഞാൻ. കൊല്ലും. അധികകാലം എന്നെ പൂട്ടിയിടാനുള്ള ബലമൊന്നും ഇവിടുത്തെ ജയിലുകൾക്കില്ല. നിന്നെ നിന്റെ കുടുംബത്തെയും കൊല്ലാൻ ഞാൻ വരൂടാ. ഞാൻ വരൂടാ. കൊണ്ടോട്ടി ജാഫറാണ് പറയുന്നത്. എന്നെ വിടാൻ. നിന്നെ നിന്റെ കുടുംബത്തെയും ഞാൻ വേറെ പിഴുതുറിയടാ. കൊല്ലും ഞാൻ. എന്നെ വിടാൻ. ഹലോ സണ്ണി. ഓക്കെ, സീ യു സർ. കൺഗ്രാറ്റുലേഷൻസ് പ്രോസിക്യൂട്ടർ. ആർഗ്യുമെന്റ്സ് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. സത്യത്തിൽ അവന് കിട്ടേണ്ടിയിരുന്ന ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. ഞാൻ ഡൗട്ട്ഫുൾ ആയിരുന്നു. സ്ട്രോങ് എവിഡൻസ് ഉണ്ടായിരുന്നുണ്ടായി ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായത്. ഈ ജഡ്ജ് പൊതുവെ ആന്റി പ്രോസിക്യൂഷനാ. ഓഹോ. പിന്നെ താൻ എവിടെയായിരുന്നു 3-4 ദിവസം? ട്രാൻസ്ഫറിന്റെ കാര്യത്തിനൊന്ന് തിരുവനന്തപുരം വരെ പോവേണ്ടി വന്നു. പുതിയ മിനിസ്ട്രി ഒക്കെ വന്നിരിക്കല്ലേ, ഇനി പെട്ടെന്ന് നടക്കുന്നൊന്നും തോന്നുന്നില്ല. പക്ഷെ യാത്ര കൊണ്ടൊരു ഗുണമുണ്ടായി. തന്റെ പുതിയ നോവലുണ്ടല്ലോ, അവസ്ഥാന്തരം വായിച്ചു തീർക്കാൻ സാധിച്ചു. ഇറ്റ്സ് വെരി നൈസ്. പ്രത്യേകിച്ച് അതിലെ മർഡർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫാന്റാസ്റ്റിക്. തന്നെ പോലെ ഒരു ക്രിമിനൽ ലോയർക്ക് ഇത്തരം സബ്ജക്ട് ഭംഗിയായി കൈകാര്യം ചെയ്യാൻ പറ്റും. താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ്. വെൽക്കം. ആൻസി, ഞാൻ കുളിക്കുവാ. ആഹാ, ഇതെന്നാ പറ്റി? ഇന്നെന്തെത്ര നേരത്തെ? എന്നും വരാതെ നേരത്തെ വരാത്തതിന് നീ വേഗം നീ വന്നേ. ഇപ്പൊ വരാം. ആ, എന്നായി ഇന്നത്തെ കേസ്? എന്നാ ആവാനാ? സണ്ണി കുരുള്ള ഏറ്റെടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ് തോറ്റ ചരിത്രം ഉണ്ടോടി വെമ്പിളെ? 1-2 40 വർഷമാണ് ഞാൻ അവന് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ഓ, സ്വന്തം എടുക്കൊണ്ട് മാത്രമൊന്നുമല്ല. ഞാനേ സെന്റ് ആന്റണീസിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചോണ്ടാ ഇന്നത്തെ കേസ് ജയിച്ചത്. ഓ, അതാ എനിക്ക് പകരം കോടതിയിൽ സെന്റ് ആന്റണീസ് വടിയും പിടിച്ചു എന്ന് വാദിക്കുന്നത് കണ്ടത്. ഒന്ന് പോടി കുട്ടിക്കാനത്തുകാരൻ ചെറിയാച്ചന്റെ മകളെ.
ആൻസി നീ ആ കഥ തുറന്നേ. എന്നാത്തിനാ? എന്നാത്തിനാണെന്ന് പറ. ഒന്നിനുമല്ല. പിന്നെ എന്നെ പറ്റി തന്നെ? എന്റെ ഷർട്ടിൽ അപ്പടി ബ്ലഡാ, ഒന്ന് കഴുകിക്കളയാനാ. ബ്ലഡോ? എന്നാ എന്നെ പറ്റി? എവിടെ ബ്ലഡ്? ഇപ്പൊ കാണിച്ചു തരാം. തമാശ കളയണേ. വീട്. ഞാൻ വരുന്നതിന് മുമ്പ് പാചകം തുടങ്ങിയോ? ഓ എന്നാ വിശപ്പാ. എങ്ങനെ വിശക്കാതിരിക്കും? ദേ ഇതെന്ന് എത്രാമത്തെ കുളിയാന്നറിയോ? അല്ലെങ്കിൽ സണ്ണിക്ക് ഒന്നിനും ഒരു നേരവും കാലമില്ല. പിന്നെ ഇതൊക്കെ ടൈം ടേബിൾ വെച്ച് ചെയ്യാൻ പറ്റുമോ? ഒന്ന് മാറിയെന്നേ, ഞാൻ കാപ്പിയിടാം. ആ സർവന്റിന്റെ കാര്യം എന്തായി? ഇന്ന് വന്നിരുന്നു. അവൾക്ക് എന്തെല്ലാം കണ്ടീഷൻസ് ആണെന്നറിയോ? രാവിലെ 8 മണി മുതൽ ഇവിടെ ഡ്യൂട്ടി, 2 മണിക്ക് ശേഷം അടുത്ത ഷിഫ്റ്റ് വേറെ വീട്ടിൽ. ഹോ, ഒരു വേലക്കാരി കിട്ടാൻ എന്നാ പാടാണെന്റെ കർത്താവേ. നാളെ രാവിലെ വരാന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നീ ആ ഫോൺ നിർത്തേ. ഹലോ ഹലോ, ആൻസി അല്ലേ? ഒന്ന് ഹോൾഡ് ചെയ്യണേ. നമ്മളെ മമ്മി. മമ്മി ഇത് ഞാൻ അനുമോൾ. മോളോ? എന്നെ മോളെ ഈ സമയത്ത്? മമ്മി എന്താ വരാത്ത? എനിക്ക് മമ്മിയെ കാണാൻ കൊതിയാവുന്നു. മോളെ ഡാഡി കുറച്ച് തിരക്കിലായതുകൊണ്ടല്ലേ. ആന്നേ, മോള് വിഷമിക്കണ്ട. അടുത്ത ആഴ്ച മമ്മിയും ഡാഡിയും കൂടി വരുന്നുണ്ട്. മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. എന്നാ ഇനി എന്റെ മോള് കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോള് കാത്തിരിക്കും. മമ്മി വരുമല്ലോ. പ്രോമിസ്? പ്രോമിസ്. ആരാ വിളിച്ചേ? നീ എന്നാ വല്ലാതിരിക്കുന്നേ? ഗവൺമെന്റിൽ നിന്ന് മോളാ. നമ്മളെന്താ മോളെ കാണാൻ ചെല്ലാത്തെന്ന് പറഞ്ഞ് അവള് കരയ. അതിന് 2 ആഴ്ച മുമ്പല്ലേ നമ്മൾ അങ്ങോട്ട് പോയത്. എപ്പോഴും ഓടിപ്പോകാൻ പറ്റുമോ? ഇതാ ഞാൻ സണ്ണിയോട് ആദ്യമേ പറഞ്ഞത്, മോളെ ബോർഡിങ്ങിൽ ചേർക്കണ്ടെന്ന്. എടി പെമ്പിളെ, നിനക്കത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കുട്ടികൾക്കൊരു ഡിസിപ്ലിനും ക്യാരക്ടറും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ബോർഡിങ്ങിൽ നിന്ന് തന്നെ പഠിക്കണം. ഞാനും അങ്ങനെ തന്നെ പഠിച്ചത്. ആദ്യമൊക്കെ കുറച്ച് ഫീൽ ചെയ്യും, പിന്നെ തന്നെ മാറിക്കോളും. കണ്ട പട്ടിക്കാട്ടി ചെന്ന് നിനക്കിതൊക്കെ പറഞ്ഞ എവിടുന്ന് മനസ്സിലാവാൻ? നീ വാ, സമയം ഒത്തിരിയായി. ഇന്ന് നമുക്ക് 2 അധ്യായമെങ്കിലും എഴുതി തീർക്കണം. വാ. സണ്ണി, സണ്ണി, എന്നാ ഉറക്കം ഇത്? ഒന്ന് എഴുന്നേറ്റ്. ദേവ് കണ്ടോ? ഇതാണോ ഇന്നലെ കോടതിയിൽ വെച്ചുണ്ടായത് എന്നെ എന്നോട് പറയുന്നത്? ഇതൊക്കെ എന്നാ പറയാനാ? ചില ക്രിമിനൽസ് അങ്ങനെയാ. അവർക്കെതിരെ ജഡ്ജ്മെന്റ് വരുമ്പോ വക്കീലിനെയും ജഡ്ജിയൊക്കെ തട്ടിക്കളയെന്നൊക്കെ പറയും. എനിക്കാകെ പേടിയാവുന്നു. നിന്റെ ഒരു കാര്യം, ഇനി ഇത് മതി. നിന്റെ പേടിയൊക്കെ ഞാൻ മനസ്സിലാക്കാം. അതൊന്ന് മനസ്സിൽ വെച്ചാ മതി. എനിക്കൊന്ന് നോമ്പാ.
ഓ ഇപ്പോഴെങ്കിലും അറിഞ്ഞാ നന്നായി. വൈകിട്ട് ഇങ്ങോട്ട് വരാതെ കോടതി തന്നെ കിടക്കാമല്ലോ. ആ ഇങ്ങനാണേ അതാ നല്ലത്. എനിക്ക് സ്വസ്ഥായിട്ട് കിടന്നൊന്ന് ഉറങ്ങാലോ. ഡീ എല്ലാം കിട്ടിയോ? എവരിത്തിങ് ഓക്കെ. ഇതെന്നതാ എയർ ബാഗിലൊക്കെ? അത് ഒരു ഫേമസ് പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ ഗുമസ്തൻ ഫിഷ്, പച്ചക്കറി തുടങ്ങിയ ഐറ്റംസ് പബ്ലിക്കായി വാങ്ങിച്ചോണ്ട് വരുന്നത് സ്റ്റാറിന്റെ സ്റ്റാറ്റസിന് ഇൻഡീസിന്റെ ഒരു ബിഹേവിയർ ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് ഒരു എയർ ബാഗ് വാങ്ങി ഇതിനകത്ത് പാക്ക് ചെയ്തു. എയർ ബാഗിന്റെ വില 225 രൂപ 95 പൈസ. ഇതാ ബില്ല്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇനിയും വേറെ വല്ല ആവശ്യത്തിന് ഉപയോഗിക്കാലോ. എന്നതാടോ ഒന്ന് ലാത്തി അടിക്കുന്നേ. സാർ, പച്ചക്കറി ഫിഷ് ഐറ്റംസ്. ആ പീതാംബരം കൊലക്കേസിന്റെ സാക്ഷികളോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? അവരിന്ന് ലാൻഡ് ചെയ്യും സാർ. എന്നതാടോ ലാൻഡ് ചെയ്യാൻ? അവരെന്നെ മുണ്ടക്കയത്തുനിന്ന് ഫ്ലൈറ്റിലാണോ ഇങ്ങോട്ട് വരുന്നേ? ദേ അവന്മാരെയൊക്കെ ശരിക്ക് പറഞ്ഞു പഠിപ്പിച്ചോണം. കോടതി വന്ന അബദ്ധങ്ങളൊന്നും വിളമ്പിയേക്കരുത്. സാർ, പീതാംബരനെയും പറഞ്ഞു പഠിപ്പിക്കണോ? അല്ല, പീതാംബരന്റെ അച്ഛനെ. എടോ, പീതാംബരനല്ലേ കൊല ചെയ്യപ്പെട്ടത്? ഓ, ഐ റെക്കമെൻഡ്. ഞാൻ ഓർക്കുന്നു. കണ്ടമാനം കേസുകൾ മാനിപ്പുലേ ചെയ്യുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആയതാ. സോറി സാർ. മതി മതി, താനേ പച്ച മലയാളത്തിൽ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ശരി. ആ പിന്നെ ആ ഗോമതിമ്മ പറഞ്ഞ ക്ലൈന്റ് വരും. വന്നാ അവിടെ ഇരിക്കാൻ പറയണം. സാർ, ആ തിരുനെല്ലി റൈപ്പ് കേസിലെ ക്ലൈന്റ് ആണോ? അതേടോ. എന്റെ കർത്താവേ, ഒരു അഡ്വക്കേറ്റിന് ഇങ്ങനൊരു ഗുമസ്തനെ ഒത്തു കിട്ടില്ല. ആ, വേറെ ഏത് ഗുമസ്തനെ കിട്ടും ഇങ്ങനെ മീനും ഇറച്ചിയൊക്കെ വാങ്ങി? എന്നെ വിളിച്ചായിരുന്നാ? പോടോ. ഇതിപ്പോ നല്ല കഥയായി. വളരെ ആളെ വിളിച്ചു വരുത്തിട്ട്. സാറ് പറഞ്ഞ തിരുനെല്ലി റൈപ്പ് കേസിലെ ക്ലൈന്റ് ഇതായിരിക്കും. പേശുവാരി കണ്ടിട്ട് ദാറ്റ് ഈസ് കറക്റ്റ്. എക്സ്ക്യൂസ് മീ, മാഡം പറഞ്ഞിട്ട് വന്നല്ലേ? അതെ. ടേക്ക് യുവർ സീറ്റ്. താങ്ക്സ്. സാറ് പോരും. മാനസികമായും ശാരീരികമായും വളരെയധികം പീഡനങ്ങൾ അനുഭവിച്ചു അല്ലേ? എങ്ങനെയാണ് സംഭവം നടന്നത്? ആക്ച്വലി വാട്ട് ഹാപ്പൻ? കുട്ടിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണമെന്നില്ല. എങ്കിലും കുട്ടിയുടെ അപ്പോഴത്തെ മെന്റൽ ഡിസ്കഷൻ, അതായത് മാനസികാവസ്ഥ എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വിടരാൻ വിതിമ്പി നിൽക്കുന്ന ഈ പനിനീർ പുഷ്പത്തെ ഒരു ലോഡ് കശ്മലന്മാർ പിച്ച് ചീന്തി തിന്നുകയെന്ന് വെച്ചാൽ അൺസൈക്കബിൾ. അനാവശ്യം പറയരുത്. ഞാൻ ആരെന്നാ താൻ വിചാരിച്ചത്? എനിക്കറിയാം. ഇതുപോലെ എത്ര തിരുനെല്ലി കണ്ടവനാണ് ഞാൻ. ഗുമസ്തനോടും കമ്പൗണ്ടറോടും കള്ളം പറയാൻ പാടില്ല എന്ന ചൊല്ല്. സത്യം പറ, ശരിക്കും അവർ എത്ര പേരുണ്ടായിരുന്നു? ഹൗ മച്ച് മെമ്പേഴ്സ്? ആദ്യം അവരെന്താ ചെയ്തേ? ഇതാ ചെയ്ത. അപ്പൊ ഇത് തിരുനെല്ലി അല്ലേ? ഗുരുവായൂരപ്പാ, എന്നോട് ക്ഷമിക്കണം ചേച്ചി. അയാൾ സാറിന്റെ ഗുമസ്തനാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടാ ഇവിടെ ആര് വന്നാലും കേസും കോടതിയുമായി ബന്ധപ്പെട്ടവരാണ് അയാളുടെ വിചാരം. നീ ഇതൊക്കെ ഒന്ന് ശരിയാക്ക്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി ചേച്ചി. സാറിന് കോടതി പോകാൻ സമയമായി. ഓഹോ, സർവന്റ് ആണല്ലേ? കിച്ചൻ കേള്. മറ്റും പാവം കണ്ടാ തോന്നും ഏതാണ്ട് IAS-കാരിയാണെന്ന്. എന്താ IAS-കാർക്ക് മാത്രമേ വൃത്തി നടക്കാൻ പാടുള്ളൂ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? ഇത് എന്റെ വർക്ക് ഏരിയ. ഓഹോ, ഞാൻ വിചാരിച്ചത് ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന്. കഴുത്തില് കർട്ടനും ഹാൻഡില് കയറിട്ട്. നീ ഇത് എവിടേക്കാ പോണേ? ചന്ദ്രനിലേക്കാ? തന്നെ പോലുള്ള കൺട്രികൾക്ക് അങ്ങനെ തോന്നൂ. ഇതേ മോഡേൺ സ്റ്റൈലാ. ദാറ്റ് മീൻസ് വെസ്റ്റേൺ സ്റ്റൈൽ. അതെയോ? ഇത് വില കൊടുത്ത് വാങ്ങിച്ച മീനാ. വെസ്റ്റേൺ സ്റ്റൈലിൽ കുക്ക് ചെയ്ത് മനുഷ്യന് വായയിൽ വെക്കാൻ പറ്റാത്ത രീതിയിൽ മേക്ക് ചെയ്താൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഐ വിൽ ഡിസ്പെസ് യു. അതായത് ഇന്ന് എന്നോട് കെട്ടിക്കുന്നു. യു നോ? ഐ നോ, ബട്ട് വൺ ഹംബിൾ റിക്വസ്റ്റ്. യു നെവർ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. തന്റെ ബട്ട്ലർ ഇംഗ്ലീഷ് ഒന്നും ഇവിടെ വേണ്ടെന്ന്. താനാരെ എന്നെ ഇവിടുന്ന് കെട്ടിയെട്ടിക്കാൻ? എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പ്ലീസ്. താൻ എന്താ പറഞ്ഞ? അല്ല, ഞാനേ എനിക്ക് കുട്ടിയുടെ ഗഡ്സ് കാണാൻ കഴിഞ്ഞു എന്ന് പറയായിരുന്നു. ഇത്രയും സ്മാർട്ടായ മോഡേൺ സർവൻസിനെയാണ് നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യം. ഈ നിമിഷം മുതൽ നാം കോ വർക്കേഴ്സ് ആണ്. കുട്ടിക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ വർക്ക് ചെയ്യാം. എന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ഇന്നു മുതൽ നാം ഒന്ന്, നമുക്കൊന്ന്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, അടക്കള യൂണിയൻ സിന്ദാബാദ്.